ഇന്ന് ഈ വേദിയിൽ നിൽക്കുമ്പോൾ മൂന്ന് പേരുടെയും മുഖത്തൊരു സ്വപ്ന സാക്ഷാത്കാരം എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം മലയാളത്തിൽ നിന്നല്ല, ഇന്ത്യയിലെ തന്നെ ഓരോ നടന്റെയും ആഗ്രഹമായിരിക്കും ഒരിക്കലെങ്കിലും MT വാസുദേവൻ നായർ സാറുടെ തൂലികയിൽ പിറന്ന് ഒരു കഥാപാത്രമായി സിനിമയിൽ അഭിനയിക്കുക, അല്ലെങ്കിൽ അഭ്രപാളിയിൽ ജീവിക്കുക എന്നുള്ളത്. ആ ഭാഗ്യം കരസ്ഥമാക്കിയിട്ടുള്ള മൂന്ന് പേര് ഇവിടെയുണ്ട്. സോ മനോരഥങ്ങൾ എന്ന ഈ ഒരു പ്രൊജക്ടിലൂടെയുള്ള അനുഭവം MT സാറിന്റെ കഥാപാത്രങ്ങളായി അഭിനയിച്ചപ്പോൾ, ജീവിച്ചപ്പോൾ, അതിനുവേണ്ടി തയ്യാറെടുത്തപ്പോഴുള്ള അനുഭവം പ്രേക്ഷകരോട് ആദ്യം തന്നെ വിജിറ്റേട്ടനൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. നമസ്കാരം. എല്ലാവരും പറഞ്ഞതുപോലെ ഒരുപാട് ആഗ്രഹമുണ്ടായിരുന്നു സാറിൻ്റെ ഒരു സിനിമയുടെ ഭാഗമാണെന്ന്. അതേപ്പറ്റി അന്ന് അറിയില്ലായിരുന്നു. എന്തോ ഭാഗ്യം പോലെ പ്രിയ സാറിലൂടെ സംഭവിച്ചു. ഒരു സ്വപ്നം പോലെയായിരുന്നു. ഒരുപാട് സന്തോഷം. ഒരുപാട് ഡിസൈൻസിലേക്ക് കാണാൻ കഴിയും. അവരോടൊരു വേദി നേടാൻ കഴിയും. ടെൻഷനുകൾ തീർച്ചയായിട്ടും ലെൻസിലോട് ഒരുപാട് ഭാഗ്യം, സന്തോഷം. നമസ്കാരം MT സർ, പിറന്നാൾ ആശംസകൾ. എല്ലാവർക്കും നമസ്കാരം. MT സാറിന്റെ തിരക്കഥയിൽ മുഖ്യ കഥാപാത്രമായി അഭിനയിക്കാൻ ഭാഗ്യം ലഭിച്ച രണ്ടാമത്തെ സിനിമയാണ് മനോരഥങ്ങൾ. ഇതിനു മുൻപും ഒരു മുഴുനീള ഫീച്ചർ ഫിലിമിൽ സാറിന്റെ തിരക്കഥയിൽ അഭിനയിക്കാൻ സാധിച്ചു. എൻ്റെ തലമുറയിൽപ്പെട്ട, അല്ലെങ്കിൽ 2000-ന് ശേഷം വന്ന പുതിയ തലമുറയിലുള്ള എത്ര നടീനടന്മാർക്ക് ആ ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ അവാർഡായി ഞാൻ അതിനെ കാണുന്നു. അച്ഛനുമായിട്ട് ഒരുപാട് അടുപ്പം, ആത്മബന്ധം ഉണ്ടായിരുന്ന വ്യക്തിയാണ്. അച്ഛൻ മാത്രമല്ല, അച്ഛൻ്റെ കുടുംബക്കാർ. ശരിക്കും ഈ കടൽക്കാറ്റ് എന്ന മനോരഥങ്ങളിലെ സെഗ്മെന്റിലാണ് ഞാൻ അഭിനയിച്ചിരിക്കുന്നത്. MT സാറിന് തന്നെ ബന്ധനം എന്ന ഷോർട്ട് സ്റ്റോറി ആസ്പദമാക്കിയാണ് കടൽക്കാറ്റ് എന്ന സിനിമ ചെയ്തിരിക്കുന്നത്. കോയിൻസിഡന്റ്ലി എനിക്ക് അച്ഛൻ അഭിനയിച്ചതിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട കഥാപാത്രം സാർ തന്നെ സംവിധാനം ചെയ്ത ബന്ധനം എന്ന സിനിമയിലെ കഥാപാത്രമാണ്. സോ ഇപ്പോൾ കഥയൊന്നല്ലെങ്കിലും സാറിന്റെ ബന്ധനം എന്ന ഷോർട്ട് സ്റ്റോറിയാണ് ഇവിടെ കടൽക്കാറ്റായിട്ട് നിന്നിരിക്കുന്നത്. അത് അഭിനയിക്കാൻ സാധിച്ചു. സോ ഒന്നല്ല, 2 സിനിമയിൽ അഭിനയിക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടി. ഡബിൾ കൺഗ്രാറ്റുലേഷൻസ് ടു അവർ ബിലവഡ് ഇന്ദ്രജിത്ത്. താങ്ക് യു. സാറിനോടൊപ്പം ഇരുന്ന് സംസാരിക്കാൻ ഒരുപാട് അവസരങ്ങൾ എനിക്ക് കിട്ടിയിട്ടില്ല. 1-2 പ്രാവശ്യം ഞാൻ സാറിനെ വീട്ടിൽ പോയി കണ്ട് സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ സാറിനോട് അടുപ്പമുള്ളവരെല്ലാവരും, അത് അശ്വതിയാണെങ്കിലും സുധീറാണെങ്കിലും എല്ലാവരും പറയുന്നൊരു കാര്യം, ഇന്ദ്രനെ വലിയ കാര്യമാണ്, ഇന്ദ്രനെ കുറിച്ച് ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കാറുണ്ട്. ഒരുപാട് സന്തോഷം സർ. എന്താണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ആൻഡ് ഈ ഒരു അവസരത്തിൽ ആയുരാരോഗ്യ സൗഖ്യങ്ങൾ നേർന്നുകൊള്ളുന്നു, പിറന്നാൾ ആശംസകൾ നേർന്നുകൊള്ളുന്നു. വിഷിംഗ് യു എ വെരി വെരി ഹാപ്പി ബർത്ത്ഡേ സർ. എല്ലാവർക്കും നമസ്കാരം. ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ MT സർ. ഒരുപാട് സന്തോഷത്തോടും അഭിമാനത്തോടും കൂടിയാണ് ഇവിടെ നിൽക്കുന്നത്. ഞാൻ ആദ്യമായി MT സാറിന്റെ മുന്നിൽ എത്തുന്നത് നീലത്താമര എന്ന സിനിമയുടെ ഓഡിഷന് വേണ്ടിയിട്ട് ലാൽ ജോസ് സാറിന് വന്ന് കാണാൻ പറഞ്ഞപ്പോഴാണ്. അന്ന് ഒരു മലയാളി ലുക്കില്ല എന്ന് പറഞ്ഞ് എനിക്കതിൽ നിന്ന് മാറേണ്ടി വന്നു. അതിനുശേഷം നീണ്ട 13 വർഷത്തെ കാത്തിരിപ്പാണ് സാറിന്റെ ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റിയത്. അതിൻ്റെ ഒരു സന്തോഷം തീർച്ചയായിട്ടും ഉണ്ട്. അശ്വതി മാം, സാറിന്റെ മകൾ അശ്വതി മാം ഡയറക്ട് ചെയ്ത ഫിലിമിലാണ് ഞാൻ അഭിനയിക്കുന്നത്. മധുബാലയാണ് എൻ്റെ കൂടെ അഭിനയിച്ചിട്ടുള്ളത്. ഒരുപാട് സന്തോഷം. താങ്ക് യു. തീർച്ചയായിട്ടും. അപ്പോൾ